മറ്റാരും ഇത്രയും ചിട്ടയോടുകൂടി നിഷ്കർഷയോടുകൂടി നിങ്ങൾ എന്നെ പോലെ ആയി തീരണം, ഞാനിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരണം എന്ന് പറയാറില്ല. പക്ഷേ അതിനുവേണ്ടി അയ്യപ്പൻ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ആര് മാലയിടുന്നോ, ആര് കറുപ്പ് ധരിക്കുന്നോ അവരും എൻ്റെ പേരിന് യോഗ്യനാണ് എന്നാണ്. പൂജിക്കപ്പെടുന്ന ആളും പൂജിക്കുന്ന ആളും ഒരേ പേരിൽ അറിയപ്പെടുന്ന വേറൊരു തീർത്ഥാടനവും ലോകത്തിൽ എവിടെയില്ല. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അയ്യപ്പൻ ഒരു ഭക്തനെ തന്റെ അവസ്ഥയിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നു. 41 ദിവസം നമ്മൾ ചെയ്യുന്ന വ്രതത്തിന്റെ പിന്നിലും അത് തന്നെയാണ്, അയ്യപ്പന് തുല്യമായിട്ട് മാറണം. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ദയനീയമായ വിരോധാഭാസം നമുക്ക് എല്ലാവർക്കും അറിയാം. വ്രതാചരണത്തിന്റെ സമയത്ത് പോലും അല്ലെ, ഇപ്പോ ഒരു 10 ദിവസത്തോളായി നമ്മുടെ ഈ യാത്ര വന്നു തുടങ്ങിയിട്ട് ഇതില് നമ്മൾ പല ഭാഗങ്ങളിലും കണ്ട ഒരു കാര്യം, പല ഭാഗങ്ങളിലും നമ്മൾ റോഡ് സൈഡിൽ പോലും ഭക്തര് മാലയിട്ടവര് പോലും പബ്ലിക്കായി നിന്ന് സിഗരറ്റ് വലിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പൊ ഈ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് പോലും വ്രതശുദ്ധിയിലേക്ക് വരാൻ ഭക്തന് കഴിയാത്ത വിധം എങ്ങനെ മനസ്സ് ദുർബലമായി പോകുന്നു, അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അയ്യപ്പ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഗഹനമായ വിഷയമാണെങ്കിലും നമുക്ക് 2-3 വാക്കുകളിൽ കൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന്, അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രത്യേകതയാണ്. അയ്യപ്പൻ ഇരിക്കുന്ന രീതി തന്നെ നമുക്കറിയാം മറ്റെല്ലാ ദേവീ ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താണ് അയ്യപ്പൻ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, ആ വിഗ്രഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷ രൂപേണ ഗ്രഹിക്കേണ്ടത്, പ്രത്യേകിച്ച് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, 33 കോടി ദേവീ ദേവന്മാരുടെ രൂപങ്ങളെല്ലാം പഠിക്കാനുള്ളതാണ്, കേവലം വണങ്ങാൻ മാത്രം ഉള്ളതല്ല. അതിൽ നിന്ന് എന്തോ പഠിക്കാനുണ്ട്. നമ്മളിപ്പോ നോക്കും, നമുക്ക് എല്ലാവർക്കും ആരാധ്യനായ മഹാത്മാഗാന്ധിയുടെ രൂപം ഒരു റോഡ് സൈഡിൽ നിൽക്കുകയാണ്. നമ്മൾ ആരും ഇതിന് വിഗ്രഹം എന്ന് പറയാറില്ല. അതിന് എന്ത് മാത്രമേ പറയൂ? പ്രതിമ എന്ന് മാത്രമേ പറയൂല, എത്ര മഹത് കർത്തവ്യം ചെയ്ത ആളായാലും. പക്ഷെ 33 കോടി ദേവീ ദേവന്മാരുടെ രൂപത്തിനെ പ്രതിമ എന്ന് പറയാൻ പാടില്ല എന്നാണ്. എന്താ പറയേണ്ടത്? വിഗ്രഹം, വിശേഷ രൂപത്തിൽ പഠിക്കേണ്ടത് എന്ന്. എന്താണ് അയ്യപ്പനിൽ നിന്ന് വിശേഷ രൂപത്തിൽ പഠിക്കേണ്ടത്? ഒന്ന്, കലിയുഗ വരദനായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അയ്യപ്പൻ വരദാനി മുദ്രയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഭക്തർക്ക് വരദാനം കൊടുക്കുന്ന മുദ്രയാണിത്. ഇതാണ് എല്ലാ ദേവീ ദേവന്മാരും പിടിച്ചിരിക്കുന്ന മുദ്ര. എന്നാൽ അയ്യപ്പൻ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? ചിന്മുദ്രയാണ് പിടിച്ചിരിക്കുന്നത്. ഈ ചിന്മുദ്ര ഭാരതീയ ആചാര്യന്മാർ ഉണ്ടാക്കിയ, ഇതിനെ ധ്യാനമുദ്ര എന്നും ജ്ഞാനമുദ്ര എന്നൊക്കെ പറയും. ഇതുണ്ടാക്കിയ സമയത്ത് അവർ ഉദ്ദേശിച്ചത്, ചിന്മുദ്ര പിടിച്ചൊരു വ്യക്തി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അദ്ദേഹത്തിനോട് സംസാരിക്കരുത്. കാരണം ചിന്മുദ്ര ധ്യാനിക്കുന്നവന്റെ ലക്ഷണമാണ്, ഉള്ളിലേക്കുള്ള യാത്രയുടെ ലക്ഷണമാണ്. അയ്യപ്പൻ ആദ്യം തന്നെ ഭക്തനെ പഠിപ്പിക്കുകയാണ്, ഈ മണ്ഡല കാലവ്രതത്തിന്റെ സമയത്തെങ്കിലും ധ്യാനനിഷ്ഠമാവണം, മനസ്സേകാഗ്രമാവണം. പക്ഷെ ഏറ്റവും വലിയ വിരോധാഭാസം, നമ്മൾ ധാരാളം ഭക്തരോട് സംസാരിക്കുമ്പോൾ അവർ പറയാണ്, 3 മിനിറ്റ് സമയം പോലും അയ്യപ്പനിലേക്ക് മനസ്സേകാഗ്രമാകുന്നില്ല. നമ്മൾ നോക്കണം അതിന്റെ പിന്നില്. മറ്റെല്ലാ സമയത്തും നമ്മൾ പൊതുവെ നമ്മുടെ ചിട്ടയില്ലാത്ത ജീവിത രീതിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി ജീവിക്കുകയാണ് നമ്മൾ. ആഹാരം പോലും ശുദ്ധമായിട്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം ഉൾപ്പെടെ പാലിച്ചിട്ട് എന്തുകൊണ്ട് മനസ്സ് ഏകാഗ്രമാവാൻ സാധിക്കുന്നില്ല? അയ്യപ്പനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ധ്യാനനിഷ്ഠനാവാനാണ്. അയ്യപ്പന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുന്ന 12 ഗുണങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ധ്യാനനിഷ്ഠയും അന്തർമുഖതയും. എന്തിനാണ് അന്തർമുഖത എന്ന് പറയുന്നത്? മറ്റെല്ലാ സമയത്തും നമ്മൾ ബഹിർമുഖരാണ്. ലോകത്തിൽ എന്താ സംഭവിക്കുന്നത്, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം നന്നായി നടക്കുന്നുണ്ടോ, രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്, ബഹിർമുഖതയാണ്. മണ്ഡലകാലത്തിൽ അയ്യപ്പൻ പറയാണ് അന്തർമുഖമായിരിക്കണം, ഉള്ളിലേക്ക് നോക്കണം. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ കുഴപ്പങ്ങളുള്ളത്, ഇതാണ് അന്തർമുഖത. അപ്പൊ അയ്യപ്പ വിഗ്രഹത്തിൽ നിന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ധ്യാനനിഷ്ഠയാണ്. പിന്നെ ഒരു വാക്ക് കൂടി പഠിക്കാനുണ്ട്, നിഗ്രഹം എന്നുള്ള വാക്ക്. നിഗ്രഹിക്കാനാണ് അയ്യപ്പൻ ജനിച്ചത്. എന്തിനാണ് നിഗ്രഹിക്കുന്നത്? മഹിഷിയെ നിഗ്രഹിക്കണം. മഹിഷി എന്ന് വെച്ചാൽ പോത്തിന്റെ തലയാണ് കാണിക്കുന്നില്ലേ, മഹിഷാസുരൻ, മഹിഷി. പോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, സാധാരണ മനസ്സും ബുദ്ധി ഒട്ടും ഉപയോഗിക്കാത്തവരെ, വളരെ വിവരദോഷം കാണിക്കുന്നവരെ നമ്മൾ സാധാരണ വിളിക്കുന്നത് എന്താണ് അല്ലേ? കാരണം മനസ്സും ബുദ്ധി ഉപയോഗിക്കാതെ ലൗകിക വിഷയങ്ങളിൽ മാത്രം മുങ്ങിക്കുളിച്ച് ജീവിക്കുക, ഭൗതികതയിൽ മാത്രം മുങ്ങിക്കുളിച്ച് ജീവിക്കുക, അതിനെയാണ് പോത്ത് എന്നുള്ള പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനെ നിഗ്രഹിക്കാനാണ് അയ്യപ്പൻ ആവശ്യപ്പെട്ടത്. അപ്പൊ എന്താണ് നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ? കൊല്ലുക എന്നാണോ അർത്ഥം? കൊല്ലുക എന്നുള്ള അർത്ഥം പോലും അതിലില്ല. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിശേഷം ഗ്രഹിക്കാതിരിക്കുക, ഒട്ടും സ്വീകരിക്കാതിരിക്കുക. പുരാണങ്ങളിലൊക്കെ നോക്കിക്കോളൂ, ദേവീ ദേവന്മാര് വധിച്ചു എന്നല്ല പറയുന്നത്. എന്താ ചെയ്യുന്നത്?
നിഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അത് പലരും ചോദിക്കും, നിങ്ങളുടെ ദേവീദേവന്മാരൊക്കെ ഈ കത്തിയും വാളൊക്കെ പിടിച്ചിട്ട് ഹിംസകരാണല്ലോ. അവരാരും വധിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, നിഗ്രഹമാണ് ചെയ്തിരിക്കുന്നത്. ഗ്രഹിക്കാതിരിക്കുക, വേണ്ടാത്തതിനെ സ്വീകരിക്കാതിരിക്കുക. ഇത് തന്നെയാണ് അയ്യപ്പനും പറയുന്നത്, മണ്ഡലകാലത്തിന്റെ സമയത്തെങ്കിലും നിങ്ങൾ 5 വികാരങ്ങളെ ഗ്രഹിക്കരുത്. ഇതാണ് മഹിഷി. കാമം, ക്രോധം, ലോഭം, മോഹ, അഹങ്കാരം. ഈ 5 എണ്ണത്തിനെ സ്വീകരിക്കരുത്. സ്വീകരിക്കാതിരുന്നാൽ നമ്മൾ ആരായി? അയ്യപ്പൻ നമ്മളെ അയ്യപ്പനാക്കിയിട്ട് മാറ്റാനുള്ള പടവുകളിൽ കൂടെ കൊണ്ടുപോവാണ്. അതിനാണ് നിഗ്രഹം ചെയ്യണം, മഹിഷിയെ മാറ്റി നിർത്തണം. ഇനി ഇത് 41 ദിവസം ചെയ്താൽ മതിയോ? ഇതാണ് ഏറ്റവും വലിയ രസം. എന്തിന് 41 ദിവസം നിങ്ങൾ ഇത്രയും വ്രതശുദ്ധിയോടുകൂടി ജീവിച്ചിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിക്കോളുന്ന അയ്യപ്പൻ ഒരിക്കലും പറയില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം വന്നു? അമേരിക്കയിൽ ഈ അടുത്ത് റിസർച്ച് നടത്തിയപ്പോൾ അവര് കണ്ടെത്തിയത് 41 ദിവസം ഒരു വ്യക്തി ഏതൊരു കാര്യമാണോ നിരന്തരം അനുഷ്ഠിക്കുന്നത്, അത് എത്ര ബുദ്ധിമുട്ടായാലും 41 ദിവസത്തിന് ശേഷം അതിന്റെ ബുദ്ധിമുട്ടില്ലാതായി കിട്ടും. അത് സഹജമായിട്ട് മാറും, ചെയ്യാൻ എളുപ്പമായിട്ട് മാറും. അപ്പൊ ഈ 41 ദിവസം വെച്ചിരിക്കുന്ന എന്തിനാണ്? അത് കഴിഞ്ഞിട്ട് പഴയ അശുദ്ധിയിലേക്ക് മടങ്ങിപ്പോവാനല്ല, അത് ജീവിതത്തിൽ നിലനിർത്താനുള്ള ശക്തി ലഭിക്കും എന്നതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഈ സീസണൽ ആയിട്ടുള്ള ഭക്തി, ഈ കുറച്ചു കാലം മാത്രം ഉണ്ടായി വരുന്ന ഭക്തി കൊണ്ട് നമുക്ക് ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ പറ്റുമോ? ഇന്നത്തെ ഈ കലിയുഗ കാലഘട്ടത്തിലുള്ള ടെൻഷനും പ്രശ്നങ്ങളും നമുക്ക് നേരിടാനുള്ള ശക്തി ഇതിൽ കൂടെ കിട്ടും. അതാണ് അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ചിത്രത്തിന്റെ വാഹനത്തിന്റെ പിന്നിലേക്ക് ഒന്ന് വരണം. ഈ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒന്നാണ് ഈ കാലചക്രത്തിന്റെ ചിത്രം. കാലചക്രത്തിനെ ഒരു ക്ലോക്ക് പോലെ കാണിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കണ്ടാൽ നമുക്ക് ചില ആഴമേറിയ രഹസ്യങ്ങൾ ഇന്ന് മനസ്സിലാവും. ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എത്രത്തോളം ധ്യാനനിഷ്ഠനാവണം എന്ന് അയ്യപ്പൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്ന്, ചക്രം പോലെ വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് കാലത്തിനെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, എല്ലാം ചക്രം പോലെയാണ് കറങ്ങുക. ഇപ്പൊ നല്ല മകരമാസത്തിൽ നല്ല തണുപ്പ് സമയത്താണ് ഈ വ്രതം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നത്. ഈ തണുപ്പ് കാലം കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരുന്നത്? നല്ല കടുത്ത ചൂട് ഇത്തവണ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വരാൻ പോകുന്നത്? മഴക്കാലമാണ്. എന്തുകൊണ്ട് നമ്മൾ ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ? അത് മാറിപ്പോവില്ല. കാരണം ഇത് ചക്രം പോലെ വീണ്ടും വീണ്ടും കറങ്ങാണ്. ഇതേപോലെ തന്നെയാണ് കാലചക്രവും. ഏറ്റവും ഊർജം കൂടിയ സത്യയുഗത്തിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. അതാണ് ആദ്യത്തെ കാൽഭാഗം കാണിക്കുന്നത്. സത്വഗുണം നിറഞ്ഞ സത്യയുഗമാണ്. അതാണ് ഈ ആദ്യത്തെ കാൽഭാഗം. എന്നിട്ട് ഗുണങ്ങൾ ക്ഷയിക്കുന്ന സമയത്ത് ധർമ്മം കുറച്ചു കുറച്ചായിട്ട് ക്ഷയിക്കുകയാണ്. ഊർജം കുറച്ചു കുറച്ചായിട്ട് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് ആലോചിച്ചറിയാം. ഒരു വീടുണ്ടാക്കുമ്പോൾ അത് പുതിയതാണ്, പിന്നെ ഊർജം കുറയുമ്പോൾ അത് പഴയതായിട്ട് മാറും, ജീർണിക്കാൻ തുടങ്ങും. വസ്ത്രം വാങ്ങുമ്പോൾ പുതിയതാണ്, പതുക്കെ ജീർണിക്കുക. എല്ലാം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കാലം സത്യയുഗത്തിൽ നിന്ന് പതുക്കെ ഗുണം അല്പം ക്ഷയിക്കുന്ന ത്രേതായുഗത്തിലേക്ക് പോവാണ്. പക്ഷെ ഈ 2 കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ദേവകാലഘട്ടമായിട്ട് അറിയപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവിടെ ലക്ഷ്മിയും നാരായണനെയും കാണിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വ്രതമോ പൂജയോ അനുഷ്ഠാനങ്ങളോ ഭക്തിയോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? ഇപ്പൊ തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം. നമ്മൾ വ്രതങ്ങളെല്ലാം ചിട്ടയായിട്ട് ചെയ്യുമെങ്കിലും ഉള്ളുകൊണ്ട് ഈശ്വരനെ വിളിക്കുന്ന എപ്പോഴായിരിക്കും? ഹൃദയം കൊണ്ട് ഈശ്വരനെ വിളിക്കുന്ന എപ്പോഴാണ്? കഷ്ടങ്ങൾ വരുമ്പോഴാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കഷ്ടങ്ങൾ ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഉയർന്ന ഊർജം ഉണ്ടായിരുന്ന സമയമായിരുന്നു, ദേവകാലഘട്ടമായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. അതുകൊണ്ട് ദ്വാ എന്നുള്ള വാക്ക്, ദ്വാപരയുഗം എന്നല്ലേ പറയാ. ദ്വാ എന്ന് പറഞ്ഞാൽ 2 എന്നാണ് അർത്ഥം. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ചിന്തയും ഒരേ ഒരു മനസ്സും നന്മയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നിന്ന് ഇവിടെ മാറ്റം വരികയാണ്. ഇവിടെ തിന്മ കയറി കൂടാണ്. ഇവിടെയാണ് അല്ലേ പല മതങ്ങളിൽ പറയുന്ന പോലെ സാത്താൻ മനസ്സിലേക്ക് കയറുന്നത്. ഹിന്ദു മതത്തിൽ പറയുന്ന പോലെ മായ മനുഷ്യന്റെ മനസ്സിനെ പിടിക്കുന്നത് ഈ സമയത്താണ്. ആത്മബോധത്തിന് പകരം ദേഹബോധം കയറി കൂടുന്ന ഈ സമയത്താണ്. ഇതെല്ലാം ഉണ്ടാവുന്ന ഈ സമയത്തായതുകൊണ്ട് ഭക്തി ആരംഭിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഇവിടെയാണ് ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത വരുന്നത്. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഭാരതത്തില് നിരാകാരനായ ജ്യോതിസ്വരൂപനായ ഈശ്വരനെ, പരമാത്മാവിനെ പൂജിക്കാൻ വേണ്ടി ഓവൽ ഷേപ്പിലുള്ള കല്ലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ശിവലിംഗ പൂജ ആരംഭിക്കുകയാണ്. ഈശ്വരന് ശരീരമില്ല എന്ന് ഓർമ്മിക്കാൻ. ഇതെല്ലാം നടന്നിട്ടും മാത്രമല്ല, വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ മതപ്രവാചകന്മാർ വന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മത്തിനെ ഉയർത്താനുള്ള ശ്രമം നടത്തുകയാണ്. ഇബ്രാഹിം മുതൽ യേശു അല്ലെങ്കിൽ ബുദ്ധൻ, അങ്ങനെ ധാരാളം മതസ്ഥാപകർ വന്ന് ധർമ്മത്തിനെ ഉയർത്താൻ. ഇതെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന എവിടെയാണ്? ഊർജം ഏറ്റവും അധപ്പതിച്ച കലിയുഗത്തിലാണ്. എന്തുകൊണ്ട്? കാരണം കൂടിയ ഊർജത്തിൽ നിന്ന് ഇത് കുറഞ്ഞ ഊർജത്തിലേക്കുള്ള യാത്രയിലാണ്. കറുപ്പ് നിറമാണ് കലിയുഗം കാണിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. അയ്യപ്പൻ എന്തുകൊണ്ടാണ് കറുപ്പ് എടുക്കാൻ ആവശ്യപ്പെടുന്നത്? ഞാൻ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്, എൻ്റെ ഉള്ളിൽ കറുപ്പുണ്ട്, ഈ കറുപ്പിനെ എനിക്ക് മാറ്റണം എന്നുള്ള ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉള്ളിൽ കറുപ്പില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ആദ്യം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണോ എൻ്റെ ഉള്ളിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട്, അതെനിക്ക് മാറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്ത
ഇതിന്റെ പിന്നിലും വേറൊന്നുമല്ല, വെളുപ്പിലേക്ക് മാറണം, ഉള്ളിലുള്ള കറുപ്പിനെ കളയണം, മനസ്സ് ശുദ്ധീകരിക്കണം. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് വെളുപ്പ്. അപ്പൊ കറുപ്പും വെളുപ്പും എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, ശുദ്ധിയിലേക്ക് പോവാൻ, മടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. മഞ്ഞുകാലം കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? വേനൽക്കാലം തന്നെ. അത് കഴിഞ്ഞാൽ വീണ്ടും മഴക്കാലം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്ന സൂചിയാണ് ഇവിടെ കാണിക്കുന്നത്. സൂചി കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കാലഘട്ടം. അത് കലിയുഗത്തിന്റെ തുടക്കത്തിലോ മധ്യത്തിലോ അല്ല കാണിച്ചിരിക്കുന്നത്. പിന്നെ എവിടെയാണ്? കലിയുഗത്തിന്റെ മൂർധന്യത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചക്രം ഒരു തവണ കറങ്ങി നിൽക്കില്ലല്ലോ. ഇത് വീണ്ടും എവിടേക്കാണ് പോകുന്നത്? സത്യയുഗത്തിലേക്കാണ് ഇത് വീണ്ടും പോകുന്നത്. ഭൂമിയിൽ വീണ്ടും ദേവകാലഘട്ടം വരും. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സമീപത്താണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് 41 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ വ്രതം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദ്വാപരയുഗത്തിന്റെ ആരംഭത്തിൽ 41 ദിവസം മതിയായിരുന്നു. അന്നത്തെ വ്രതശുദ്ധി കൊണ്ട് മുഴുവൻ വർഷവും നീണ്ടു നിൽക്കുന്ന ശുദ്ധി ഉണ്ടാക്കാൻ ഭക്തന് കഴിഞ്ഞിരുന്നു. കാരണം അന്ന് ഊർജം ഇത്രത്തോളം ക്ഷയിച്ചിട്ടില്ല. എന്നാൽ ഈ കാലഘട്ടം വേറെയാണ്. ഇവിടെ നമുക്ക് സീസണൽ ആയിട്ടുള്ള ഭക്തി കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സീസണൽ ആയിട്ടുള്ള കുറച്ച് ദിവസത്തെ വ്രതം ചെയ്ത് വിടുക, എന്നിട്ട് അതിന്റെ നിലനിർത്താൻ അതൊരിക്കലും സാധ്യമല്ല. കാരണം ഇത് കലിയുഗത്തിന്റെ മൂർധന്യമാണ്. ഇവിടെ ഉണ്ടാവുന്ന വെല്ലുവിളികൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അതിന് നമ്മുടെ മനസ്സിനെ കുറിച്ച് ധ്യാനനിഷ്ഠമാക്കണം, ഏകാഗ്രമാക്കണം. അയ്യപ്പനും ആവശ്യപ്പെടുന്നത് തന്നെയാണ്. ഈ ധ്യാനനിഷ്ഠമാവാനുള്ള 3 വളരെ ലളിതമായ ചൂടുകളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ധ്യാനനിഷ്ഠരാവാം, ഈ വ്രതശുദ്ധി എങ്ങനെ നിലനിർത്താം? എല്ലാവരും ഈ വശത്തേക്ക് വരാം, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വരാം. ഈ ചിത്രത്തിലെ 2-3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ശബരിമല തീർത്ഥാടനത്തിൽ നമ്മൾ ചെയ്യുന്ന പല ആചാരങ്ങൾ, ഇപ്പൊ എത്ര മലയ്ക്ക് പോയവരുണ്ടോ ഇതില്? ആരൊക്കെ മലയ്ക്ക് പോയിട്ടുണ്ട്? അപ്പൊ നോക്കി, മലയ്ക്ക് പോകുമ്പോ ഇരുമുടി കെട്ട് നിറയ്ക്കണ്ടേ? അതും വലിയൊരു തത്വം പഠിപ്പിക്കുകയാണ് അയ്യപ്പൻ. എന്താണ് ഇരുമുടി കെട്ട്? അതിൽ മുൻമുടിയുണ്ട്, പിൻമുടിയുണ്ട്. മുൻമുടിയിലുള്ളത് ഭഗവാനും പിൻമുടിയിലുള്ളത് നമുക്കും, അല്ലെ, ഭക്തനും. ഇതിൽ ഏത് മുടിയാ വലുതാക്കി കെട്ടേണ്ടത്? ഏത് മുടിയാണ് വലുതാക്കി കെട്ടേണ്ടത്? നമ്മൾ പല ഈ ജംഗ്ഷനിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പൊ അതിനൊരു ചെറിയ മാറ്റം വന്നിരിക്കുന്നു തോന്നുന്നു. ആചാര്യന്മാർ ഉദ്ദേശിച്ചത് മുൻമുടിയാണ് വലുതാക്കി കെട്ടേണ്ടത്. മുൻമുടിയിൽ ഭഗവാനുള്ളത് വലുത്, നമുക്കുള്ളത് ചെറുത്, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇന്ന് നമുക്കുള്ളത് വലുതും ഭഗവാനുള്ളത് നമ്മുടെ സൗകര്യം അനുസരിച്ചു. ഭഗവാന്റെ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്റെ കാര്യത്തിന് സമയം കൂടുതൽ കണ്ടെത്തിയാൽ നിങ്ങളുടെ കാര്യം നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ അതിൽ നമുക്ക് അത്ര ഒരു ഉറപ്പ് കുറവുള്ളത് കൊണ്ട് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ നമ്മൾ പിൻമുടി വലുതാക്കി കെട്ടി നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. അപ്പൊ ഈശ്വരൻ പറയണമെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോ നിങ്ങളുടെ കാര്യം. അപ്പൊ ഈശ്വരന്റെ വാഗ്ദാനം മുൻമുടി വലുതാക്കി കെട്ടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം. ഇനി വേറൊന്നും കൂടിയുണ്ട്. ശബരിമലയ്ക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് തന്നെ നെയ്ത്തേങ്ങ നിറയ്ക്കണം, വേണ്ടേ? ഈ നെയ്യ് അതിവിശിഷ്ട വസ്തുവായിട്ടാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. നിറയ്ക്കുന്ന നെയ്യ് വിശിഷ്ടവും അതിനകത്തുള്ളത് സാധാരണവും എന്നാണ്. അപ്പൊ സാധാരണമായതിനെ മാറ്റിയിട്ട് അത് മലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം. അയ്യപ്പനാവാനുള്ള യാത്രയുടെ ആദ്യത്തെ പടിയാണത്. ഉള്ളിലുള്ള മോശമായതിനെ കളഞ്ഞ്, സാധാരണമായതിനെ കളഞ്ഞ് നല്ലതിനെ നിറയ്ക്കണം. ഇപ്പൊ പിന്നെ നെയ്യ് നമുക്ക് അത്ര, അല്ലേ, ഡോക്ടർമാര് കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ട് ഇപ്പൊ നെയ്യ് അത്ര വിശിഷ്ട വസ്തുവൊന്നുമല്ല. എന്നാൽ യാഗങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് അതിൽ അർപ്പിക്കാൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്നത് നെയ്യായിരുന്നു. അതുകൊണ്ട് അയ്യപ്പൻ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിലുള്ള സാധാരണമായതിനെ കളയണം. സാധാരണമായത് എന്താണ്? സാധാരണ രീതിയിലുള്ള സംസാരം, സാധാരണ രീതിയിലുള്ള ദൃഷ്ടി, വാക്കുകള്, പ്രവൃത്തി, ഇതെല്ലാം സാധാരണ. അതിനെ മാറ്റിയിട്ട് ശ്രേഷ്ഠ ചിന്തകൾ നിറയ്ക്കണം. ശ്രേഷ്ഠ ചിന്തകൾ ഏതിൽ കൂടെ നിറയ്ക്കണം? നെയ്യ് നിറയ്ക്കണം. ഏതിൽ കൂടെ നിറയ്ക്കേണ്ടത്? 2 കണ്ണിൽ കൂടെ അല്ല, 3-ാം കണ്ണിൽ കൂടെ നിറയ്ക്കണം. നമുക്കറിയാം, നോക്കൂ, ജ്ഞാനം ഉള്ളിലേക്ക് കയറണമെങ്കിൽ 2 കണ്ണുകൊണ്ട് പറ്റില്ല. 2 കണ്ണും 2 കാതും ഉപയോഗിച്ച് ജ്ഞാനം പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സ്കൂളിലും കോളേജിലും പോകുന്ന എല്ലാവരും ജ്ഞാനികളായിട്ട് മാറണമായിരുന്നു. അതൊരിക്കലും നടക്കുന്നില്ല. 3-ാം കണ്ണ് ആര് തുറക്കുന്നോ അവരെ ജ്ഞാനിയായിട്ട് മാറുള്ളൂ. എന്നാൽ 3-ാം കണ്ണ് തുറന്ന് ജ്ഞാനം ഉള്ളിലേക്ക് ഒഴിച്ചാൽ മാത്രം പോരാ. അത് മലയിലെത്തുമ്പോഴേക്കാ നെയ്യ് എന്തായിരിക്കണം? കട്ടയായിരിക്കണം. അവിടെയാണ് പ്രക്രിയ. കട്ടയായില്ലെങ്കിൽ ഗുരുസ്വാമി എന്താ പറയാ? എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. ഈ കട്ടയാവുന്ന പ്രക്രിയ എന്താണ്? ജ്ഞാനം കേൾക്കുന്നവർ ധാരാളം വരുന്ന, ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കും. ഞാൻ ഇന്ന സ്വാമിയുടെ പ്രഭാഷണം കാണുന്നുണ്ട്, ഞാൻ റെഗുലർ ആയിട്ട് കാണും. എല്ലാവർക്കും ജ്ഞാനം എന്താണെന്ന് അറിയാം. പക്ഷെ കട്ടയാവണില്ല. കട്ടയാവണമെങ്കിൽ കല്ലും മുള്ളും ചവിട്ടണം. കല്ലും മുള്ളും ചവിട്ടാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ കേട്ട ജ്ഞാനത്തിനെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചെയ്യുന്ന പ്രയത്നമാണ്. കേട്ടിട്ട് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. ആ സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്റെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ വേറെ ആരെങ്കിലും അഡ്വൈസ് ചെയ്യാൻ വരേണ്ടി വരും. കാരണം എനിക്കത് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ള പരിശ്രമം, അതാണ് കല്ലും മുള്ളും ചവിട്ട. ഇവിടെ 3-ാമത്തെ കണ്ണിനെയാണ് കാണിച്ചിരിക്കുന്നത്. 3-ാമത്തെ കണ്ണ് തുറക്കണം. ധ്യാനനിഷ്ഠനാവാനുള്ള അയ്യപ്പനെ ആത്മനിഷ്ഠൻ, ആത്മസ്വരൂപൻ എന്നാണ് പറയുന്നത്.
ധ്യാനനിഷ്ഠനാവണമെങ്കിൽ ആദ്യം മൂന്നാം കണ്ണ് തുറക്കണം. മൂന്നാം കണ്ണ് വേറൊന്നുമല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ നശിക്കാത്ത ചൈതന്യമാണെന്നുള്ള ചിന്തയാണ്. ഇപ്പൊ നോക്കും, നമ്മുടെ സാധാരണ ആത്മാവ് എന്നുള്ള വാക്ക് എപ്പോഴാ പറയാ? മരിച്ചു കഴിഞ്ഞാലേ പറയാറുള്ളൂ. അതും കുറച്ച് പേടിയോടൊക്കെയാണ് പറയുക. ഈ ആത്മാവ് അടുത്തെങ്ങാനും നിൽക്കുന്നുണ്ടോ എന്നുള്ള പേടിയാണ്. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ആത്മാവ് തന്നെയാണ്. ഞാൻ ശരീരത്തിനകത്തിരിക്കുന്ന ചൈതന്യമാണ്. ഞാനല്ല നശിക്കുന്നത്, എൻ്റെ ഈ ശരീരം വിട്ട് ഞാൻ പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ബോധമുണ്ടെങ്കിൽ നമ്മൾ ആത്മനിഷ്ഠനാവാണ്. ഡ്രൈവറും കാറും പോലെയുള്ള വ്യത്യാസം. കാർ ഒരിക്കലും പറയില്ലല്ലോ എൻ്റെ ഉള്ളിൽ ഡ്രൈവർ ഇരിക്കുന്നുണ്ട്, അയാളിപ്പോൾ ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞാൽ കയറി വരും. ഇതൊന്നും കാറല്ല പറയുന്നത്. ഡ്രൈവറെ പറയണത് ഞാൻ കാറിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കയറും, വേണമെങ്കിൽ ഇറങ്ങും. ഇതേപോലെ തന്നെയാണ് ശരീരമല്ല പറയുന്നത് എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, ആ ആത്മാവ് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ശരീരം പറയില്ല, ആത്മാവ് പറയാണ് ഞാൻ ശരീരത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ആരാണ്? ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവാണ്. ഈ ബോധം തന്നെയാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഇതാണ് ആത്മസ്വരൂപം. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാനുള്ളത്, ആരെയാണ് അയ്യപ്പൻ ധ്യാനിച്ചത്? എന്തുകൊണ്ടാണ് അയ്യപ്പൻ ശിവധ്യാനം ചെയ്യുന്നത്? ശിവൻ എന്നുള്ള വാക്ക് 2 രൂപങ്ങളാണ് നമുക്ക് പൊതുവെ ഓർമ്മ വരുന്നത്. എന്നുള്ള വാക്ക് 2 രൂപങ്ങളെയാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. ഒന്ന്, തപസ് ചെയ്യുന്ന ഗംഗാധരനായിട്ടുള്ള ചന്ദ്രകലാധരനായിട്ടുള്ള ശങ്കരനും, പിന്നൊന്ന് ശിവലിംഗ രൂപത്തില് പരമജ്യോതി സ്വരൂപനായ ശരീരം ധരിക്കാത്ത പരമാത്മാവിനെ ശിവലിംഗ രൂപത്തിൽ കാണിച്ചിരിക്കുന്നു. ഇതിൽ ആരാണ് ശിവൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇതാണോ ശിവൻ, അതോ ഇതാണോ ശിവൻ? അത് കുറച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അയ്യപ്പ തത്വം പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കും. ശിവൻ എന്ന വാക്ക് ശവമാവാത്തവൻ എന്നതിൽ നിന്നാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ശവമാവില്ല? ഒരിക്കലും ശരീരം ധരിക്കാത്തതുകൊണ്ടാണ്. ശരീരം എടുക്കാത്ത ഒരേയൊരു ശക്തി മാത്രമേ ഉള്ളൂ. ഗീതയിൽ പറയുന്ന അയോനിജൻ, ഒരു മാതാവിന്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരേയൊരു ആത്മാവ് പ്രപഞ്ചത്തിലുള്ളൂ. നമ്മളെല്ലാവരും മാതാവിന്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കും, ഒരു കുട്ടിയായിട്ട് ജനിക്കും, എന്നിട്ട് ആ ശരീരം വിടും, അടുത്ത മാതാവിന്റെ ഗർഭത്തിലേക്ക് പോകും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ത്രീയായിട്ടും പുരുഷനായിട്ടും മാറി 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 നമ്മൾ പോവാണ്. അത് ചെയ്യാത്ത ഒരേ ഒരാളുണ്ട്. ആ ആളെ കുറിക്കാൻ ഹിന്ദു മതാചാര്യന്മാർ ഉപയോഗിച്ച വാക്കാണ് ശിവൻ. അതേ പരമാത്മാവിനെ കുറിക്കാൻ ഇസ്ലാം മതം ഉപയോഗിച്ച വാക്ക് ഏതാണ്? അല്ലാഹു എന്നാണ്. അതേ പരമാത്മാവിനെ കുറിക്കാൻ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന വാക്ക് ജഹോവ. യേശു അല്ല, ജഹോവ. യേശു പറഞ്ഞത് ജഹോവയെ കുറിച്ചാണ്. ശരീരം ധരിക്കാത്ത ആ പിതാവിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. അത് ഒരേ ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെയാണ് നമ്മൾ ശിവലിംഗ രൂപത്തിൽ ആരാധിക്കുന്നത്. ഈ തത്വം പിടികിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ധ്യാനിക്കുന്നത് ജീവാത്മാവാണ്, ധ്യാനം സ്വീകരിക്കുന്നത് പരമാത്മാവാണ്. ശങ്കരനും ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. തപസ്യ മൂർത്തിയായിട്ടുള്ള ശങ്കരൻ എങ്ങനെയാ ധ്യാനിക്കുന്നത്? 3ാമത്തെ കണ്ണ് തുറന്നിട്ടുണ്ട്. ഞാൻ ആത്മാവാണെന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം. ദേഹബോധമില്ലാത്തതുകൊണ്ട് വസ്ത്രങ്ങൾ കാണിച്ചിട്ടില്ല. അമ്പലത്തിൽ പോകുമ്പോഴും പറയില്ലേ വസ്ത്രം മാറ്റിയിട്ട് വരണം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഈശ്വരന് നമ്മുടെ വസ്ത്രത്തിനോട് എന്താണ് ഇത്ര ദേഷ്യം? ഈശ്വരൻ ഉദ്ദേശിച്ച വസ്ത്രം ഈ വസ്ത്രമേ അല്ല. നിങ്ങൾ ആത്മാവാണ്, നിങ്ങളുടെ വസ്ത്രം ഏതാണ്? ശരീരമാണ്. ശരീരബോധം കളഞ്ഞിട്ട് വേണം എൻ്റെ അടുത്തേക്ക് വരാൻ. സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഉള്ള ബോധത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ പരമാത്മാവാണ്, നിങ്ങൾ ആത്മാവാണ്. ഈ ബോധത്തോടു കൂടി വന്നാൽ മതി. ഇനി പാമ്പിനെയും കഴുത്തിലിടണം. അതാണ് അടുത്ത പടി. എന്താണ് പാമ്പ്? നേരത്തെ പറഞ്ഞ പോലെ പഞ്ചവികാരങ്ങളുടെ സിമ്പലാണ് പാമ്പ്. 5 വികാരങ്ങളെ ആര് കീഴ്പ്പെടുത്തിയോ അവരെ ധ്യാനം ചെയ്യാൻ യോഗ്യനാവാണ്. ഇനി ഇങ്ങനെ ഏകാഗ്രചിത്തനായിട്ട് ശങ്കരൻ ആരെയാണ് ധ്യാനിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ രഹസ്യം. പരമാത്മാവായിരിക്കുന്ന ശിവനെയാണ് ധ്യാനിക്കുന്നത്. ത്രിമൂർത്തികൾക്കും മേലെ ഇരിക്കുന്ന ജ്യോതിസ്വരൂപനായിട്ടുള്ള ശിവൻ. ഇപ്പൊ നമുക്ക് മനസ്സിലായി അയ്യപ്പൻ ആരെയാണ് ധ്യാനിച്ചത്? തപസ്യ മൂർത്തിയായിട്ടുള്ള ശങ്കരനെ അല്ല ധ്യാനിച്ചത്, നിരാകാരനായിരിക്കുന്ന ശിവനെയാണ് ധ്യാനിച്ചത്. ഗോപേശ്വരത്ത് കൃഷ്ണ ആരെയാണ് ധ്യാനിച്ചത്? തപസ്യ മൂർത്തിയായിട്ടുള്ള ശങ്കരനെ അല്ല ധ്യാനിച്ചത്, നിരാകാരനായ ശിവനെയാണ്. രാമേശ്വരത്ത് രാമൻ ആരെയാണ് ധ്യാനിച്ചത്? ഇതേ ശിവനെ തന്നെയാണ്. അയ്യപ്പനും ധ്യാനിക്കാൻ പോയത് ഇതേ ശിവനെ തന്നെയാണ്. ഇതുകൂടി മനസ്സിലായാൽ നമുക്ക് അയ്യപ്പ തത്വം പൂർണ്ണം. അപ്പോഴാണ് തത്വമസി എന്താണെന്ന് മനസ്സിലാവുന്നത്. 18 പടി കയറണം എന്നല്ലേ പറയണം. ഈ ധ്യാനത്തിന്റെ യാത്രയിൽ ഈ 18 പടി നമുക്ക് നിസ്സാരമായിട്ട് കയറാൻ പറ്റും. എന്താണ് 18 പടി? ആദ്യം ജയിക്കേണ്ടത് ശരീരത്തിനെയാണ്. ആദ്യം ജയിക്കേണ്ടത് ശരീരത്തിനെയാണ്. നമുക്കറിയാം, ധ്യാനം ചെയ്യാൻ നമ്മൾ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. ഒരു മുള്ളു കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഒരിക്കലും ധ്യാനത്തിലേക്ക് പോകില്ല. ആ മുള്ളു കുത്തിയ ഭാഗത്തെ വേദനയിലേക്ക് പോകും. അത്രത്തോളം ശരീരം നമ്മളെ പിടിച്ച് ബാക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കും. ശരീരത്തിനെ ജയിക്കണം. അതാണ് 5 തത്വങ്ങൾ എന്ന് പറയില്ല. ആകാശം, ജലം, ഭൂമി, അഗ്നി, വായു. ഇതുകൊണ്ടുണ്ടാക്കിയതാണ് ശരീരം. ഇതിന് 5 എണ്ണത്തിനെ ആദ്യം ജയിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ 5 പടവ് കഴിഞ്ഞു. ഇനി അടുത്ത 5 പടവ്.
5 ഇന്ദ്രിയങ്ങളെ ജയിക്കണം. കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്ത കാണരുത്. വ്രത കാലഘട്ടത്തിലെ പറയില്ലേ, വേണ്ടാത്തതൊന്നും നോക്കരുത്, കാരണം വ്രതം എടുത്തിരിക്കുകയാണ്. വേണ്ടാത്തതൊന്നും കേൾക്കാൻ പോരുത്. കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് മാത്രം, അയ്യപ്പ കീർത്തനം മാത്രം കേൾക്കണം. വായ കൊണ്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയ്യപ്പ തത്വം മാത്രം പാടണം. ശരണം വിളി മാത്രം ചെയ്യണം. എന്തിനാണ്? കൺട്രോളിലേക്ക് കൊണ്ടുവരാണ് 5 ഇന്ദ്രിയങ്ങളെ. ഇല്ലെങ്കിൽ എന്തും പറയുന്ന നമ്മുടെ നാക്കിനെ 41 ദിവസം നമ്മൾ അവിടെ അമർത്തി വെക്കുകയാണ്. ആവശ്യമില്ലാത്ത പറയരുത്, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോന്നും നാക്ക് കൊണ്ട് എല്ലാം നമ്മൾ കഴിക്കും. പക്ഷെ 41 ദിവസവും പലരും എനിക്കറിയാം, വീട്ടിൽ അമ്മയോ ഭാര്യ ഉണ്ടാക്കിയത് പോലും കഴിക്കില്ല മാലയിട്ടവര്. വേറെ വീടെടുത്ത് സ്വയം ഉണ്ടാക്കി കഴിക്കുകയാണ്. അതെന്തിനാണ്? സ്വാമി ചിന്തയോടുകൂടി ഉണ്ടാക്കിയ ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഭാര്യയും അമ്മയും ചിലപ്പോൾ സീരിയൽ കണ്ടിട്ട് ചിലപ്പോൾ ഉണ്ടാക്കിയാൽ അതുകൂടി കഴിക്കാൻ പറ്റില്ല എന്ന് പറയാം. അത്രയും ശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ. അപ്പോൾ 10 പടി കഴിഞ്ഞു. ഇനി അടുത്ത 5 പടിയുണ്ട്. അത് കുറച്ചും കൂടി 5 വികാരങ്ങളെ ജയിക്കണം. കാമം, ക്രോധം, ലോഭം, മോഹ, അഹങ്കാരം. ഈ 5 മറികടക്കണം. അത് കഴിഞ്ഞാൽ 3 സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ മേൽ കൂടി നിയന്ത്രണം വേണം. മനസ്സ്, ബുദ്ധി, സംസ്കാരം. ഈ 3 കൂടി കഴിഞ്ഞാൽ നമ്മൾ ആരായി? തത്വമസി. ഞാനും അയ്യപ്പനും ഒരേപോലെ ആവാണ്. പിന്നെ കറുപ്പെടുക്കേണ്ട ആവശ്യമില്ല. അയ്യപ്പൻ കറുപ്പെടുത്തിട്ടല്ലല്ലോ ഇരിക്കണം. അയ്യപ്പൻ വർണ്ണശബളമായ വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടായിരിക്കണം. അയ്യപ്പൻ ദേവസ്വരൂപത്തിലായിരിക്കുന്നു. ഞാനും അതുപോലെ ആയിത്തീരാണ്. ഇനി അങ്ങനെ ആയിത്തീർന്നാലോ? ആയിത്തീർന്നാൽ പിന്നെ തിരിച്ചിറങ്ങാൻ പാടുമോ? 18 പടി കൂടി തിരിച്ചിറങ്ങാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഒരു തവണ അത് ആയിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകരുത്. നിങ്ങൾ ആ സ്ഥിതി നിലനിർത്തണം. അത് എന്നേക്കും നിലനിർത്താനുള്ളതാണ്. അത് അശുദ്ധിയിലേക്ക് മടങ്ങിപ്പോയി നശിപ്പിച്ച് വീണ്ടും അടുത്ത വ്രത കാലഘട്ടം വരെ കാത്തിരിക്കാനുള്ളതല്ല. മാത്രമല്ല, നമ്മൾ കണ്ടു, നമ്മൾ കലിയുഗത്തിന്റെ മൂർധന്യത്തിലാണ്. കുറച്ച് സമയത്തെ ഭക്തി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാനനിഷ്ഠരാവണം. ആ ധ്യാനത്തിന്റെ തത്വങ്ങളാണ് നമുക്ക് ഈ മണ്ഡലകാലത്തിൽ പഠിക്കേണ്ടത്. സ്വയം നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ദിവസം ധ്യാനത്തിലിരിക്കാൻ എല്ലാവരും സമയം കണ്ടെത്തുക. ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ സൗജന്യമായിട്ട് അത് പഠിപ്പിക്കാൻ ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ്സുകളുണ്ട്. ധാരാളം പേര് ഇത് പഠിപ്പിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളിലേക്ക് വരാം. 1 മണിക്കൂർ ധ്യാനം പഠിക്കാം. എന്തായാലും ഈ മണ്ഡലകാല വ്രതം നമുക്ക് സാധാരണ കാണുന്ന ഈ വിരോധാഭാസം ഉണ്ടല്ലോ, ഒരു തമാശ നമ്മൾ എപ്പോഴും കാണാറില്ല. എന്താണ്? തലേ ദിവസം വരെ മദ്യപിച്ച് റോഡിൽ കിടന്നാളെ പിറ്റേ ദിവസം മുതൽ ആരാണ്? അയ്യപ്പനായിട്ട് നടക്കുകയാണ്. എന്നിട്ട് കുറച്ചു ദിവസം നടന്ന് വീണ്ടും പഴയ അശുദ്ധിയിലേക്ക് മടങ്ങിപ്പോയി നമ്മുടെ തന്നെ ധർമ്മത്തിനെ, സനാതന ധർമ്മത്തിനെ നമ്മൾ തന്നെ അപഹസിക്കുന്ന ഈ രീതിയിൽ നിന്ന് നമുക്ക് ഈ മണ്ഡലകാലത്തിൽ ഒരു മാറ്റം വരുത്താം. ഈ വ്രതശുദ്ധി നമുക്ക് നിലനിർത്താം. ധ്യാനത്തിലേക്ക് നമുക്ക് വരാം. അതാണ് അയ്യപ്പൻ പഠിപ്പിച്ചത്. അതാണ് തത്വമസി എന്ന് പറയുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ദുഃഖം ഉണ്ടാവില്ല, നിരാശ ഉണ്ടാവില്ല. സുഖത്തിന്റെ ജീവിതം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയും. അതിന് ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ, അയ്യപ്പൻ നമ്മളെ സഹായിക്കട്ടെ.